ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നെഗറ്റീവ് എനർജി നമ്മൾ മൈൻഡ് ആക്കാതെ ഇരുന്നാൽ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മൈൻഡ് ആക്കാതെ ഇരുന്നാൽ നമ്മളെ അത് ബാധിക്കുമോ എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അത് വളരെ അപകടം നിറഞ്ഞൊരു സംഭവമാണ് ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ. നിസ്സാരമായിട്ട് അതിനെ കാണരുത്. നമ്മുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവർ നമുക്കെതിരെ പറയുന്നത് പ്രവർത്തിക്കുന്നതുമായ പല കാര്യങ്ങളും നമ്മളിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കാറുണ്ട്. അത് മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അത്രയും ശക്തിയുള്ളൊരു വിഷമാണ് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അദൃശ്യമായ ഒരു സംഭവമാണെങ്കിലും അത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ പോകുന്നവർക്കതറിയാം. നമ്മളെ നന്നായി പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പിന്നിലോട്ട് ശക്തിയായിട്ട് വലിക്കുന്ന ആ ഒരു വിഷം അത് കുത്തിവെക്കാനായിട്ട് ചിലർക്ക് നല്ല കഴിവുണ്ട്. കഴിയുന്നതും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് നീക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് വരെ അത് കാരണമായേക്കാവുന്ന ഒരു സംഭവമാണ്. നിസ്സാരമായിട്ട് കാണരുത്. പിന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ അവർ മാനസികമായിട്ട് തളർത്തിയാണ്, നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് കാണാത്ത ഭാവം നടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, നിങ്ങളുടെ അയൽവാസിയാകാം, നിങ്ങളുടെ ബന്ധുക്കളാവാം, ആരാണെങ്കിലും അവർ നിങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം ശക്തമായിട്ട് പ്രതികരിക്കുക, സ്റ്റോപ്പ് പറയുക, ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ക്ഷമിച്ചിരിക്കും തോറും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ക്ഷമ നല്ലതാണ്, അത് അങ്ങനെയൊക്കെ പറയാന്നേ ഉള്ളൂ. പക്ഷേ ക്ഷമിച്ചിരിക്കും തോറും തലയിൽ കയറി നിരങ്ങും. എല്ലാ വഴിയിൽ കൂടി പോണ എല്ലാ കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ തലയിൽ തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം മതി. അമിതമായാൽ അമൃതം വിഷമാണ്. അതുപോലെ തന്നെ അമിതമായാൽ ക്ഷമയും വിഷം തന്നെയാണ്. പ്രതികരിക്കുക. അമിതമായാൽ പ്രതികരണവും വിഷം തന്നെയാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഒരു കാര്യത്തെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക. അല്ലാതെ ഒരുപാട് ഒച്ചയെടുത്ത് സംസാരിച്ചത് കൊണ്ടോ ഒരുപാട് നിങ്ങൾ ഷൗട്ട് ഔട്ട് ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല. കാര്യം പറയേണ്ട സമയത്ത് പറയുക. അത് ഒരുപാട് ചിലരുടെ ഒരു സ്വഭാവമുണ്ട്. വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ ചിലർക്ക് അലമുറയിട്ട് അങ്ങോട്ട് ഭയങ്കര സൗണ്ടിൽ 4 പേരെ അറിയിച്ച് കിടന്ന് ചാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തരുന്നവരോട് ശക്തമായിട്ട് പ്രതികരിക്കുക, വാർണിംഗ് കൊടുത്ത് നിർത്തുക. ഒതുങ്ങിക്കോളും അവർ തന്നെ. ആ വിഷത്തിൻ്റെ നമ്മളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആ വിഷത്തിൻ്റെ അളവ് കുറഞ്ഞോളും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുഗമമായിരിക്കും. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തീരെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരാളാണ്, തീരെ നിങ്ങൾക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ നാടും വീടും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പോക്കാണ്, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരുടെ ജീവിതം പോക്കാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് തരുന്ന ആളുകളുള്ള നാട്ടിൽ നിന്ന് മാറി താമസിക്കുക. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ജീവിതത്തിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അത്യാവശ്യം നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ ഇത് വിജയിക്കില്ല, അതിന് കുറച്ച് കാരണങ്ങളും കൂടി നിരത്തുന്ന ഇത്തരം ആളുകൾ, നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിറയ്ക്കുന്ന ആളുകളാണ് ഒഴിവാക്കിക്കൊള്ളുക. ആ പടിക്ക് പുറത്താക്കിക്കൊള്ളുക. അതെന്താണെന്ന് വെച്ചാൽ, വിജയിക്കുമായിരിക്കാം, ചിലപ്പോൾ തോറ്റു പോകുമായിരിക്കും. എല്ലാ ബിസിനസ്സുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ എല്ലാത്തിലും വിജയിക്കണമെന്നില്ല. പരീക്ഷകളാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. പരീക്ഷയുടെ കാര്യം വരുമ്പോൾ അതൊന്നും കിട്ടത്തില്ല എന്ന് പറയുന്നത് ഇതുപോലെ ദരിദ്രവാസികളായിരിക്കും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഒരാളൊരു എക്സാമിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും, ട്രൈ ചെയ്യുക എന്നൊരു നല്ല വാക്ക് പറയാമല്ലോ. ഇങ്ങനെ നിങ്ങളോട് പറയുന്നവർ കുഴപ്പമില്ല. ചിലപ്പോൾ അവരുടെ മനസ്സിൽ വേറെ ആണെങ്കിൽ പോലും നിങ്ങളോട് അവർ ഡയറക്റ്റായിട്ട് അവർ നിങ്ങളെ തളർത്തുന്നില്ല. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അതൊന്നും കിട്ടുന്നില്ല എന്ന് നേരിട്ട് പറഞ്ഞ് തളർത്തുന്നവരാണ് ഏറ്റവും വലിയ വിഷമെന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യത്തിലും ഇങ്ങനെയുള്ളവരെ അടുപ്പിക്കരുത്. മരണത്തിന് വരെ കാരണമായേക്കാം. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പഠിച്ച വിഷയമായതുകൊണ്ടാണ് പറയുന്നത്. 3 പേപ്പർ എഴുതി പഠിച്ച വിഷയമായതുകൊണ്ടാണ് പറയുന്നത്. സൂയിസൈഡിന് കാരണമായേക്കാവുന്ന ഒരു മെയിനായിട്ടുള്ളൊരു റീസണാണ് ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലരിതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ കളിയാക്കും. അവളുടെ ഒരു മോട്ടിവേഷൻ ചെയ്യാനായിട്ട് ഇവർക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളതെന്ന് പറയും. ക്വാളിറ്റി ഉണ്ട്, പഠിച്ച വിഷയമായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്.
സമൂഹത്തെക്കുറിച്ചും മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും സൂയിസൈഡിനെ കുറിച്ചൊക്കെ ധാരാളം പേപ്പറുകൾ എഴുതിയത് തന്നെയാണ്. അതുകൊണ്ട് ചുമ്മാ പറയുന്ന വെളുപിള്ളാന്ന് പറയുന്നതല്ല ഞാൻ. ഇനി നേരത്തെ പറഞ്ഞത് ബിസിനസ്സിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് ചാനലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അതിലുകൊണ്ട് നെഗറ്റീവ് എനർജി നിറയ്ക്കുന്ന കാര്യം ആദ്യം തന്നെ ഇപ്പം നമ്മളൊരു ചാനൽ തുടങ്ങി, അതിലൊരു പോസ്റ്റ് ഇട്ടു. അതിപ്പോൾ ഒരു പോസ്റ്റ്, ഒരു മോശമായിട്ടുള്ളൊരു പോസ്റ്റ് ഒരാൾ കാണുന്നു, അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അതൊക്കെ അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ഒരഭിപ്രായമല്ലേ, അത് നമ്മൾ ഓക്കെ, എനിക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവും, അത് ഞാൻ ഡിലീറ്റ് ചെയ്യും. അത് എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യും. ഓക്കെ, ഇതല്ല വേറൊരു കാര്യമുണ്ട്. ചാനലിൻ്റെ കാര്യം വരുമ്പോൾ മെയിനായിട്ട് നെഗറ്റീവ് എനർജി നിറച്ച് തന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൽ ഷോർട്സ് പോസ്റ്റൊക്കെ ഇടുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരും എന്നറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ ഷോർട്സ് ഇടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അത്ര ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പഠിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകളുണ്ടാകും, അതിന് നെഗറ്റീവ് കമൻറ്റ് വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചിലർ പറയും, നീ അത് ആദ്യമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും, അത് നെഗറ്റീവ് കമൻറ്റൊക്കെ വരും, അതൊന്നും മൈൻഡാക്കാതെ മുന്നോട്ട് പോകൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു കാലത്തും ആ ചാനലിൽ നന്നായൊന്നും വരത്തില്ല, അതവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അവർ നല്ല വാക്ക് പറയും. മനസ്സിൽ വേറെ ആണെങ്കിലും കൂടി നല്ല വാക്ക് പറയാനുള്ള ഒരു മനസ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യാം. അത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നാളെ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ഇപ്പോഴത്തെ നെഗറ്റീവ് കമൻറ്റുകൾ മൈൻഡ് ചെയ്യരുത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വേറൊരു തരത്തിൽ അത് പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. പിന്നെ നെഗറ്റീവ് എനർജിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെ പറയാനുള്ളത്, നമുക്ക് നേരത്തെ കൂടി നമുക്ക് വരാനിരിക്കുന്ന വളരെ വൾഗറായിട്ടുള്ള, നമ്മളെ അടിച്ചു താത്തുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വരും എന്ന് നമ്മളെ കാണിച്ചു തരുന്നത് നെഗറ്റീവ് എനർജി അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അനുഭവം ഉള്ളതുകൊണ്ടാണ് ഫ്രണ്ട്സ് പറയുന്നത്. ലജ്ജ തോന്നുന്നുണ്ട്, ലജ്ജ. എനിക്ക് കാലിന് ബുദ്ധിമുട്ടുള്ളതാണ്, എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ PSC പഠിക്കുന്നുണ്ടെങ്കിൽ പോലും PSC അതും പുറത്ത് പോയിട്ടുള്ള യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ സ്റ്റേ ചെയ്ത് താമസിച്ച് ജോലി ചെയ്യുക, അത് കുഴപ്പമില്ല, എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ പുറത്ത് പോയിട്ടുള്ള ജോലിയേക്കാളും വീട്ടിൽ നിന്നുള്ള ജോലിയാണ് എനിക്ക് സൗകര്യം. ഇതെല്ലാം അറിയാവുന്നവരാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നെഗറ്റീവ് എനർജിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ കുറച്ച് കണക്ട് ചെയ്ത് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. അതിൽ കുറിക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെന്ന് മാത്രമേ ഉള്ളൂ. അത്രക്കൊക്കെ കൊടുക്കാമെന്നുള്ളൂ ഞാൻ പ്രാധാന്യം. അപ്പോൾ ജീവിതമാകുമ്പോൾ പലതരത്തിലുള്ള കുറിപ്പുകളും നമ്മുടെ ആ ജീവിതമാകുന്ന പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടാവും. ചിലത് പുറത്ത് പറയാൻ പറ്റാത്തതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയാണെങ്കിലും നിങ്ങളുടെ പാരൻസ് തെറ്റ് ചെയ്താൽ പോലും അവരെ ചോദ്യം ചെയ്യണം. ആരെയാണെങ്കിലും നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ അനുസരിക്കരുത്. തെറ്റ് കണ്ടാൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യരുത്, മാറിപ്പോവുക, അത്രയേ ഉള്ളൂ. പ്രതികരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറിപ്പോവുക, അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.